ആ, ഇനി പോയി കിടന്ന് ഉറങ്ങിക്കോ. ഉം. ഡെറി പറഞ്ഞതും അവൾ അവനെ നോക്കി ചിരിയോടെ മൂളിക്കൊണ്ടുപോയി കൈയും വായും കഴുകി പലഹാര കവർ എടുത്ത് ഷെൽഫിൽ സൂക്ഷിച്ചു വെച്ചു. അവളുടെ ഒരു നീക്കവും അവൻ ശ്രദ്ധിച്ചു നോക്കി. അച്ചു വീണ്ടും സോഫയിലേക്ക് വന്ന് കിടക്കാൻ ഒരുങ്ങിയതും ഡെറി അവളെ കോർപ്പിച്ചു നോക്കി. അവന്റെ നോട്ടത്തിൽ അവൾക്ക് ചെറിയ പേടി തോന്നി. കൂടുതൽ കിടന്ന് തപ്പി കളിക്കാതെ പോയി ബെഡിൽ കിടന്ന് ഉറങ്ങാൻ നോക്കു വെച്ചേ. അവൻ കടുപ്പിച്ച് പറഞ്ഞതും മനസ്സില്ലാ മനസ്സോടെ അവൾ ബെഡിനടുത്തേക്ക് നടക്കാനായി തിരിഞ്ഞു. പെട്ടെന്ന് പ്രേതത്തെ കണ്ടതുപോലെ വിളറി വെളുത്ത് നിൽക്കുന്നവളെ കണ്ട് ഡെറി അവളെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. അവളുടെ നോട്ടം വാതിലിൽ തറഞ്ഞു നിൽക്കുന്നത് കണ്ടതും അവനും അങ്ങോട്ട് നോക്കി. കട്ടിളെ ഒരു കൈകുത്തി നിന്നുകൊണ്ട് തങ്ങളെ നോക്കുന്ന ഡെവിയെ കണ്ട് ഡെറി ഒന്ന് പുഞ്ചിരിച്ചു. അച്ചു ആണെങ്കിൽ അവനെ കണ്ട് വിറയ്ക്കാൻ തുടങ്ങി. നിനക്ക് ഉറക്കമൊന്നുമില്ലേ? ഡെവിയുടെ ഇടിമുഴങ്ങും പോലെയുള്ള ശബ്ദം കേട്ടതും അച്ചു പേടിച്ച് ഉമിനീറിറക്കിക്കൊണ്ട് തലയാട്ടി. പിന്നെ ആരെ വായി നോക്കി നിൽക്കുവടി, പോയി കിടക്കടി. അവന്റെ അടുത്ത അലർച്ചയിൽ അവൾ വീണ്ടും സോഫയ്ക്ക് നേരെ ഓടി. ഡെറി ഇത് കണ്ട് ചിരിയോടെ അവിടെ നിന്ന് ഇറങ്ങി വാതിൽപ്പടിയിലെത്തിയതും ഡെവിയെ ഒന്ന് നോക്കി. ചുമ്മാ കൊച്ചിനെ വിരട്ടാതെ പോയി കിടന്ന് ഉറങ്ങാൻ നോക്കട ചെറുത്താനെ. ഡെവിക്ക് മാത്രം കേൾക്കാൻ പറ്റുന്ന രീതിയിൽ അവൻ പറഞ്ഞത് ഡെവി അവനെ ഒന്ന് തറപ്പിച്ചു നോക്കി. ഡെറി അവനെ നോക്കി ഒന്ന് പുച്ഛിച്ചിട്ട് സ്വന്തം മുറിയിലേക്ക് പോയി. അവൻ പോയതും ഡെവിയുടെ മിഴികൾ സോഫയിൽ ചുരുണ്ട് കിടക്കുന്നവളിലേക്ക് നീണ്ടു. പൊടുന്നനെ അവന്റെ കണ്ണിൽ ദേഷ്യം നിറഞ്ഞു. ഡെവി ദേഷ്യത്തോടെ കാറ്റുപോലെ ചെന്ന് സോഫയിൽ കിടക്കുന്നവളെ എടുത്തുയർത്തി. അച്ചു ഭയന്ന് വിറച്ചു പോയി. അവൻ ഒന്നും മിണ്ടാതെ അവളെ ബെഡിലേക്ക് കിടത്തിയിട്ട് അവളെ ഒന്ന് തറപ്പിച്ചു നോക്കി. അവിടെ നിന്റെ മറ്റോ ഇരിക്കുന്നോടി പന്ന മോളെ, ഇത്രയും വലിയ ബെഡ് ഇവിടെ കിടന്നിട്ട് നിനക്കത് കണ്ണി പിടിച്ചില്ലേ? ദേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, എന്റെ അടുത്ത് വിളച്ചിലും കൊണ്ട് വന്ന അടിച്ച് നിന്റെ പല്ല് താഴെയിടും. അവൻ അവൾക്ക് നേരെ അലറിയതും അച്ചു പേടിയുടെ ചുരുണ്ടുകൂടി. അവൾക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അവളുടെ മുഖത്തെ വാട്ടം അവനും ശ്രദ്ധിച്ചു. ഡെവി തന്റെ ടീഷർട്ട് ഊരി മാറ്റിക്കൊണ്ട് അച്ചുവിനടുത്തേക്ക് കിടന്നു. അച്ചു വിറച്ചുകൊണ്ട് അവനെ തട്ടാതെ അല്പം കൂടി മാറിക്കിടന്നത്. അവൻ അവളുടെ ഇടുപ്പി പിടിച്ച് വലിച്ചുകൊണ്ട് അവളെ തന്നോട് ചേർത്ത് കിടത്തി. അച്ചു ശ്വാസം എടുക്കാൻ പോലും ഭയന്നു പോയി. അവൻ പതിയെ അവളുടെ പുറം കഴുത്തി ചുംബിച്ചു. അച്ചു പിടഞ്ഞുകൊണ്ട് തല വെട്ടിച്ചുകൊണ്ട് പേടിയോടെ അവനിൽ നിന്നും അകന്നു മാറാൻ ശ്രമിച്ചു. ഡെവി അവളെ ബലമായി മലർത്തി കിടത്തിക്കൊണ്ട് അവൾക്ക് മേൽ സ്ഥാനം പിടിച്ചു. അവന്റെ മിഴികൾ അവളുടെ കുഞ്ഞു മുഖത്ത് ഓടി നടന്നു. അവളുടെ കുഞ്ഞു ചുണ്ടുകൾക്ക് മുകളിലായുള്ള ചെറിയ മറുക് കണ്ടതും അവന്റെ മിഴികൾ തിളങ്ങി. അച്ചു ആകെ ഭയന്നു പോയി. അവൾക്ക് കരച്ചിൽ വന്നു. അവൾ ആകെ വിയർത്തു തുടങ്ങി. അവളുടെ ചുണ്ടിന് മുകളിൽ വിയർപ്പ് പൊടിഞ്ഞതും ഡെവി അതിനെ കൊതിയോടെ ഒന്ന് നുണഞ്ഞു വിട്ടു. അച്ചു ഒന്ന് ഏങ്ങിയതും അവൻ അവളുടെ ചുണ്ടുകളെ പതിയെ കടിച്ചെടുത്ത് നുണഞ്ഞു. അച്ചു പേടിച്ച് തന്റെ മിഴികൾ അടച്ചു. അവളുടെ കണ്ണ് നിറഞ്ഞൊഴുകി. ഡെവി അവളെ മതി വരാതെ നുണഞ്ഞെടുത്തുകൊണ്ടിരുന്നു. ആ ചുംബനം അവന്റെ ഉള്ളിൽ ചൂട് പടർത്തി. അവന്റെ കൈകൾ അവളിൽ അലഞ്ഞു. അവളുടെ കുഞ്ഞൊതുങ്ങിയ ഇടുപ്പിലും വയറിലുമെല്ലാം അവൻ തലോടി. അച്ചു ആകെ വിറച്ചവൾക്ക് വല്ലാത്ത പരവേശം തോന്നി. അവളുടെ ജീവൻ തന്നെ അവൻ വലിച്ചെടുക്കുന്ന പോലെ തോന്നി അവൾക്ക്. കുഞ്ഞാ, എനിക്ക് വേണം നിന്നെ, ഞാൻ നിന്നെ കുറച്ച് വേദനിപ്പിക്കാൻ പോവാ. വന്യതയും വശ്യതയും പ്രണയവും ഒരുപോലെ നിറഞ്ഞ അവന്റെ വാക്കുകൾ അവളെ ഉടലോടെ പൊളിച്ചു കളഞ്ഞു. അച്ചു പേടിയോടെ അവനെ കണ്ണു തുറന്നു നോക്കി. അവളുടെ ഉള്ളിൽ ആ നിമിഷം ഡെറിയുടെ വാക്കുകൾ കടന്നു വന്നു. അതെ, തനിക്ക് സ്വന്തം എന്ന് പറയാൻ ആകെയുള്ളവനാണ്, തന്നെ മറ്റാരെക്കാളും അവകാശമുള്ളവൻ. അദ്ദേഹം തന്നെ ഒരിക്കലും കൈവിടില്ല. ഇനി എന്ത് തന്നെ സംഭവിച്ചാലും അതെല്ലാം തന്റെ മാത്രം വിധിയാണ്. അവളുടെ ഹൃദയം അവളോട് മൊഴിഞ്ഞു. ദേവി അവളുടെ കഴുത്തിൽ കടിച്ചു നുണഞ്ഞു. ആ! അച്ചു ഒന്ന് പിടഞ്ഞു പൊങ്ങിയതും അവൻ അവളെ അടക്കി കിടത്തി. അവളുടെ കുഞ്ഞു മാറിടങ്ങൾ അവന്റെ നെഞ്ചിൽ അമർന്നതും ദേവി അവളിൽ നിന്നും അകന്നു മാറി. അച്ചു വിറച്ചുപോയി. അവൾ അവനെ ദയനീയമായി നോക്കി. അവൻ അവളുടെ നെറ്റിൽ അമർത്തി ചുംബിച്ചു. കിടന്നുറങ്ങാൻ നോക്കു പെണ്ണെ. പറയലും അവൻ അവളെ പൊതിഞ്ഞു പിടിച്ച് കണ്ണുകൾ അടച്ചു. അച്ചു ഞെട്ടലോടെ അവനെ നോക്കി. അവൾ അവൻ തന്നെ വെറുതെ വിടും എന്ന സ്വപ്നത്തെ പോലും കരുതിയില്ല. അതിന്റെ ഒരു ഞെട്ടൽ അവളിൽ ഉണ്ടായിരുന്നു. ഡെവി അതൊന്നും കാര്യാക്കാതെ ഉറക്കത്തിലേക്ക് വഴുതി വീണു. കുറച്ചു സമയം അവന്റെ നെഞ്ചിന്റെ ചൂട് എന്തൊക്കെയോ ആലോചിച്ച് കിടന്നുകൊണ്ട് അവളും പതിയെ നിദ്രയെ പൊയ്ക്കി. രാവിലെ ഡെവി ഉറക്കമുണർന്നത് തന്റെ നെഞ്ചോട് ചേർന്ന് കിടക്കുന്നവളെ ഒന്ന് നോക്കി. അവളുടെ പതുങ്ങിയുള്ള കിടപ്പ് കണ്ട് അവൻ അവളുടെ നെറ്റി അമർത്തി ചുംബിച്ചു. ഒരു കുഞ്ഞിനു വേണ്ടി നിന്നെ കൊണ്ടുവന്നിട്ട് ഇപ്പൊ നിന്നെ തന്നെ എനിക്കൊരു കുഞ്ഞായി തോന്നുവാണല്ലോ പെണ്ണെ. എത്രയും ചെറിയ കുഞ്ഞിനെ ഞാൻ എങ്ങനെയാ നോവിക്കുന്നേ? അവളോട് എന്നതുപോലെ ചോദിക്കുമ്പോഴും അവൻ അവനോട് തന്നെയായിരുന്നു ആ ചോദ്യം ചോദിച്ചത്. അവളെ ഒന്നുകൂടി ഒന്ന് പുതപ്പിച്ചു കൊടുത്തുകൊണ്ട് അവൻ അവിടെ നിന്നും എഴുന്നേറ്റു. സുഖനിദ്രയിലായതുകൊണ്ട് തന്നെ അവൾ അതൊന്നും അറിഞ്ഞതേയില്ല. ദേവി പതിവ് പോലെ അവളെ ഒട്ടും ശല്യം ചെയ്യാതെ ഫ്രഷായി ഓഫീസിൽ പോകാനായി ഒരുങ്ങിയിറങ്ങി. ഇതേ സമയം ഡെറി ഹോസ്പിറ്റലിൽ പോകാൻ റെഡിയായി വന്നു. ദേവി ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയതും അതുവരെ ഒന്നോ രണ്ടോ ഗാർഡ്സ് നിന്ന സ്ഥലത്ത് 20ഓളം ഗാർഡ്സ് വന്ന് നിരനിരയായി നിന്നു. ദേവി തന്റെ കുഞ്ഞിപ്പെണ്ണിന് വേണ്ടി ഒരുക്കിയിട്ടുള്ള സെക്യൂരിറ്റി ടീമായിരുന്നു അവൻ.
കിച്ചണിൽ സ്ത്രീകൾ മാത്രം ഉള്ളത് കൊണ്ട് തന്നെ ആ ഭാഗത്തേക്ക് ഗാർഡ്സിന് പ്രവേശനം ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അച്ചുവിന്റെ ആ മാൻഷനിലെ യഥാർത്ഥ അവസ്ഥ അവരാരും അറിഞ്ഞിരുന്നില്ല. ഡെവിയും ഡെറിയും ഒരുമിച്ചിരുന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. ഇരുവരും വേഗം തന്നെ അവിടെ നിന്ന് പുറപ്പെട്ടു. ഇതൊന്നും അറിയാതെ അച്ചു നന്നായി ഉറങ്ങി. എപ്പോഴും ഒന്ന് ഉറക്കം ഞെട്ടിയതും അവൾ ചാടി എഴുന്നേറ്റു. ആദ്യം അവളുടെ നോട്ടം പോയത് ക്ലോക്കിലേക്കായിരുന്നു. സമയം 10 കഴിഞ്ഞു എന്ന് കണ്ടതും അവൾ ആകെ ഭയന്നു പോയി. ബീനയുടെ ഓർഡർ ഓർമ്മ വന്നതും വിറയിലൂടെ അച്ചു ഓടിപ്പോയി കുളിച്ചു വൃത്തിയായി കിച്ചണിലേക്ക് ഓടി. അവളുടെ ഓട്ടം കണ്ട് ഗാർഡ്സ് പരസ്പരം നോക്കി നെറ്റിച്ചുളിച്ചു. പിന്നീട് അതിലൊരാൾ ഇയർപോഡിലൂടെ അവൾ ഉണർന്നു എന്ന് ഡെവിക്ക് ഇൻഫർമേഷൻ കൊടുത്തു. ഓടിപ്പാഞ്ഞ അടുക്കളയിലെത്തിയ അച്ചു അവിടെ മറ്റുള്ള സ്റ്റാഫിനെ ചീത്ത പറയുന്ന ബീനയെ കണ്ട് തറഞ്ഞു നിന്നുപോയി. അച്ചുവിനെ കണ്ട് ബീന മറ്റുള്ളവരെ ഒക്കെ വിട്ട് അവൾക്ക് നേരെ തിരിഞ്ഞു. അവർ അവളെ ദഹിപ്പിച്ചു നോക്കി. അവരുടെ നോട്ടത്തിൽ അച്ചു ആകെ പേടിച്ചു പറിച്ചു. ആഹാ, മഹാറാണി പള്ളി ഉറക്കം കഴിഞ്ഞ് എത്തിയോ? അവളെ പരിഹസിച്ചുകൊണ്ട് അവർ ചോദിച്ചതും അച്ചു തെറ്റ് ചെയ്ത കുട്ടിയെപ്പോലെ അവർക്ക് മുമ്പിൽ തല താഴ്ത്തി നിന്നു. നിന്നോട് ഇന്നലെ ഞാൻ എന്തെങ്കിലും പറഞ്ഞിരുന്നു? അവരുടെ ചോദ്യത്തിൽ അവൾ അവരെ നിസ്സഹായമായി ഒന്ന് നോക്കി. അവരുടെ മിഴികളിൽ ഒരിറ്റ് ദയ അവൾക്ക് കാണാനായില്ല. അവിടെയുള്ള മറ്റു ജോലിക്കാരികളെ പലരും അച്ചുവിനെ സഹതാപത്തോടെ നോക്കി. അച്ചു ആകെ വിറച്ചു നിൽക്കുവാണ്. എന്റെ വാക്കിന് നിനക്ക് പുല്ല് വിലയല്ലേ? നിന്നെ കൊണ്ട് അനുസരിപ്പിക്കാൻ കഴിയുമോന്ന് ഞാനൊന്ന് നോക്കട്ടെ. ബീന അടുക്കള മൊത്തം ഒന്ന് ഒഴിഞ്ഞു നോക്കി. അവർ വേഗം തന്നെ കുറെ സാധനങ്ങൾ എടുത്ത് വലിച്ചു വാരിയിട്ടു. അടുക്കി വെച്ചിരുന്ന ചില്ലി പ്ലേറ്റിലെല്ലാം ടൊമാറ്റോ സോസ് എടുത്ത് ഒഴിച്ചു. കുറച്ചു സമയം കൊണ്ട് തന്നെ ആ ഭംഗിയുള്ള കിച്ചൺ അവർ പൂരപ്പറമ്പാക്കി മാറ്റി. അച്ചു ഇതെല്ലാം കണ്ടാണ് പേടിച്ചു പോയി. ഇതെല്ലാം വൃത്തിയാക്കി ഈ നിൽക്കുന്ന ജോലിക്കാരുടെ കഴുകാനുള്ള വസ്ത്രങ്ങളൊക്കെ കഴുകിയിട്ടിട്ട് നീ ഇനി ഭക്ഷണം കഴിച്ചാൽ മതി. അവർ അവൾക്ക് നേരെ അലറിയതും അച്ചു വിതുമ്പി കരഞ്ഞുപോയി. പെട്ടെന്ന് കയ്യിൽ കെട്ടി ഒരു തവിയെടുത്ത് അനങ്ങാതെ നിന്ന് കരയുന്നവളുടെ പുറത്തിട്ട് ഒരടി കൊടുത്തു അവർ. ആ, വേദന കൊണ്ട് കരഞ്ഞുകൊണ്ട് അവൾ അവരെ നോക്കി. നോക്കി നിൽക്കാതെ പറഞ്ഞ പണി ചെയ്യടി. അച്ചു കരഞ്ഞുകൊണ്ട് അവിടെയെല്ലാം ഒതുക്കാൻ തുടങ്ങി. ബീന അവജ്ഞയോടെ അവളെ നോക്കി. ഇടയ്ക്കിടയ്ക്ക് അവർ അവളെ നല്ല ചീത്ത പറയുന്നുണ്ടായിരുന്നു. ഡെവിയേം ഡെറി, നീ ഒരുമിച്ച് എങ്ങനെ താങ്ങുന്നടി പെണ്ണെ? ആ, നിന്റെ പണി അതായിരുന്നല്ലോ അല്ലെ? ഒരു ദിവസം 10 എണ്ണത്തെങ്കിലും കൂടെ കിടത്തി പ്രാക്ടീസ് കാണും. ബീനയുടെ നെഞ്ചിത്തറയ്ക്കുന്ന വാക്കുകളാണ് ആ പെണ്ണിനെ കൂടുതൽ തളർത്തിയത്. ഉച്ചയ്ക്ക് 3 മണിയായിട്ടും അച്ഛന്റെ ജോലികളൊന്നും തീർന്നില്ല. അവളെ ഒരു തുള്ളി വെള്ളം കുടിക്കാൻ പോലും അവരൊട്ട് അനുവദിച്ചതുമില്ല. ബീനയ്ക്ക് അവളോടുള്ള ദേഷ്യം കൊണ്ട് തന്നെ ബാക്കിയുള്ള ജോലിക്കാരും അവളെ ഉപദ്രവിക്കാൻ മുമ്പിൽ നിന്നു. മണി 4 കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ ആകെ തളർന്നിരുന്നു. ഓർഫനേജിൽ കൃത്യമായി 3 നേരം ഭക്ഷണം കഴിച്ചിരുന്നവൾക്ക് വിശപ്പ് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. അതേസമയം പുതിയ പ്രോജക്റ്റിന് പിന്നാലെയുള്ള ഓട്ടത്തിലായിരുന്നു ഡെവി. അവൻ ഓഫീസിൽ പിടിപ്പത് പണിയുണ്ടായിരുന്നു. സ്റ്റാഫുകളൊക്കെ നീലം തൊടാതെ പറക്കുവാണ്. ഇടയ്ക്ക് തലവേദന എടുത്തതും അവനൊരു ചൂട് കാപ്പി ഓർഡർ ചെയ്തു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇറങ്ങിയതിൽ പിന്നെ അവൻ ഒന്നും കഴിച്ചിരുന്നില്ല. കോഫി കുടിച്ചോണ്ടിരുന്നപ്പോൾ അവന് മനസ്സിൽ ആകെ ഒരു വല്ലായ്മ തോന്നി. തന്നെ പേടിയോടെ നോക്കുന്ന ആ കുഞ്ഞിപ്പെണ്ണിനെ ഓർമ്മ വന്നതും അവന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു. വെറും 3 ദിവസം കൊണ്ട് തന്റെ ഹൃദയത്തിൽ ഇടം നേടിയവൾ. അവൾ വല്ലതും കഴിച്ചു കാണുമോ? ഇപ്പൊ എന്ത് ചെയ്യുമായിരിക്കും എന്ന ചിന്തയെല്ലാം ഡെവിയുടെ മനസ്സിലൂടെ ഓടി. അവൾക്കവിടെ ഒന്നിനും ഒരു കുറവുണ്ടാവില്ലെന്ന് അവന് ഉറപ്പായിരുന്നു. പക്ഷെ അവൻ അറിഞ്ഞില്ല, തന്റെ താലിയുടെ അവകാശി തന്റെ പാലസിലെ റാണി അവിടെ ഒരു അടിമയെ പോലെയാണ് കഴിയുന്നതെന്ന്. അവന് വീണ്ടും തിരക്കുകൾ വന്നതും ഡെവി പിന്നെ ജോലിയിലേക്ക് തിരിഞ്ഞു. അതേസമയം അച്ചു തളർന്ന് അവശയായി മുറിയിലേക്ക് നടന്നു. അവളുടെ മുഖത്തെ ക്ഷീണം കണ്ട് ഗാർഡ്സ് പരസ്പരം കാര്യം അറിയാതെ നോക്കി. പിന്നെ അവരും അതൊന്നും അത്ര കാര്യമാക്കിയില്ല. റൂമിലേക്ക് വന്നതും അച്ചു ഓടിപ്പോയി കബോർഡ് തുറന്ന് ഡെറി അവൾക്ക് തലേന്ന് രാത്രി വാങ്ങിക്കൊടുത്ത പലഹാരം അവൾ ആർത്തിയോടെ എടുത്ത് കഴിച്ചു. ജഗ്ഗിൽ നിന്ന് വെള്ളവും കൂടി കുടിച്ചത് അവൾക്ക് അല്പം ആശ്വാസം തോന്നി. അച്ചു പതിയെ ബെഡിലേക്ക് ചാഞ്ഞു. അവൾ കിടന്നതേ ഉറങ്ങിപ്പോയി. ആരോ തന്റെ തലയിൽ തലോടുന്നത് പോലെ തോന്നിയതും അച്ചു ഞെട്ടി എഴുന്നേറ്റു. തനിക്ക് മുമ്പിലിരിക്കുന്ന ഡെറിയെ കണ്ട് അവളുടെ മിഴികൾ വിടർന്നു പോയി. എന്ത് ഉറക്കമാ കുഞ്ഞീത്? നോക്ക്, മണി 5 കഴിഞ്ഞു. വേഗം ഒന്ന് ഫ്രഷായി വന്നേ. അവൻ അവളോട് സ്നേഹത്തോടെ പറഞ്ഞു. ഇന്നെന്താ ഇത്ര നേരത്തെ? പതിഞ്ഞ സ്വരത്തിൽ അച്ചു ചോദിച്ചു. എന്റെ കാര്യം അങ്ങനെയൊക്കെയാ. ചിലപ്പോ നേരത്തെ വരും, ചിലപ്പോ താമസിക്കും. അവൻ ചിരിയോടെ പറഞ്ഞതും അവൾ തലകുലുക്കിക്കൊണ്ട് വേഗം ചെന്ന് ഫ്രഷായി വന്നു. വന്നേ, നമുക്കൊരു ചായ കുടിക്കാം. അവളോട് പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ തോളിൽ കൈയിട്ട് തന്നോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഹാളിലേക്ക് നടന്നു. ഡെറിയുടെ കയ്യിൽ ഒതുങ്ങി നിൽക്കുന്ന ആ കുഞ്ഞു പെണ്ണിനെ കണ്ട് ഗാർഡ്സിന്റെ കണ്ണിൽ പോലും വാത്സല്യം നിറഞ്ഞു. താഴെ എത്തിയതും അച്ചുവിൽ പേടി നിറഞ്ഞു. ഡെറി അവളെ ഡൈനിങ് ടേബിളിൽ ഇരുത്തിക്കൊണ്ട് അവൻ കിച്ചൺ കൗൾ പ്രസ് ചെയ്തു. പെട്ടെന്ന് തന്നെ ബീന ഒരു ഗ്ലാസ് ചായ ഒരു പാത്രത്തിൽ വറുത്തെടുത്ത ചൂട് പഴംപൊരി ബീഫ് പെരട്ടും കൊണ്ടുവന്ന് ടേബിളിൽ നിർത്തി. ഒരു ഗ്ലാസ് ചായ കണ്ടതും ഡെറിയുടെ മിഴികളൊന്ന് ചുരുങ്ങി. അത് ബീനയ്ക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവുകയും ചെയ്തു.
അവൻ എന്തെങ്കിലും ചോദിക്കും മുമ്പ് തന്നെ മീന കിച്ചണിലേക്ക് പോയി മറ്റൊരു ഗ്ലാസ്സിൽ പാലുമായി തിരികെ വന്നു. അത് കണ്ടപ്പോ ഡെറി പതിയെ ഒന്ന് ചിരിച്ചു. അച്ചു ആണെങ്കിൽ ഇരുന്ന് വിറയ്ക്കുവാണ്. മീന അവളെ ഇടയ്ക്ക് തറപ്പിച്ചു നോക്കുന്നുമുണ്ട്. പാല് കുടിക്കാൻ നീ എന്താ പൂച്ചക്കുഞ്ഞോ? ഡെറി അച്ചുവിനെ കളിയാക്കി. അവൾ അവനെ നോക്കി വെറുതെ ഒന്ന് പുഞ്ചിരിച്ചു. തനിക്കിവിടെ പാല് പോയിട്ട് പച്ചവെള്ളം പോലും കിട്ടുന്നില്ലെന്ന് അവനോട് എങ്ങനെ പറയും എന്നവൾ ഓർത്തു. ഡെറി ഒരു പഴംപൊരി എടുത്ത് ബീഫും കൂട്ടി അവൾക്ക് കൊടുത്തു. അച്ചു സന്തോഷത്തോടെ അത് വാങ്ങി കഴിച്ചു. പതിയെ അവള് പാലും കുടിച്ചു. ശരിക്കും അപ്പോഴാണ് അവളുടെ വയറിലോട്ട് ശരിക്കും എന്തെങ്കിലും ചെന്നത്. അച്ചു നന്ദിയോടെ ഡെറിയെ നോക്കി. ഡെറി അവളുടെ ചുണ്ടിനു മുകളിൽ പറ്റിയ പാൽമേശ തുടച്ചു കൊടുത്തു. ഇവിടെ തന്നെ ഇങ്ങനെ അടച്ചിരുന്നാ മതിയോ? കൊച്ചു പോയൊന്ന് ഒരുങ്ങുക. നമുക്ക് ഒരുമിച്ച് പുറത്തേക്കൊക്കെ ഒന്ന് പോയിട്ട് വരാന്നേ. ഡെറി അങ്ങനെ പറഞ്ഞതും അച്ഛന്റെ മിഴികൾ സന്തോഷത്താൽ തിളങ്ങി. അവള് സന്തോഷത്തോടെ വേഗം മുറിയിലേക്ക് ഓടി. അവളുടെ ഓട്ടം കണ്ട് ചെറുചിരിയോടെ അവനും ഒന്ന് ഫ്രഷ് ആകാനായി പോയി. ഇരുവരും വേഗം ഒരുങ്ങി ഇറങ്ങി. അപ്പോഴേക്കും മണി 6 ബോഡി ഫിറ്റ് വൈറ്റ് കളർ ടീഷർട്ടും ബ്ലൂ ജീൻസും ആയിരുന്നു അവന്റെ വേഷം. അച്ഛൻ ഒരു നീല ചുരിദാറാണ് ഇട്ടത്. മുടി ചീകി ഒതുക്കി വെച്ചിട്ടുണ്ട് എന്നല്ലാതെ മറ്റൊരു ചമയോ അവളിൽ ഉണ്ടായിരുന്നില്ല. പോവാ. അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് അവൻ ചോദിച്ചതും അവൾ ചിരിയോടെ തലയാട്ടി. ജീവിതത്തിൽ ആരും അവളെ എങ്ങനെ പുറത്തേക്കൊന്നും കൊണ്ടുപോയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ ഒത്തിരി ഹാപ്പിയായിരുന്നു. ഡെറി പോർച്ചിൽ നിന്നും ഹാർലി ഡേവിഡ്സൺ ബൈക്ക് എടുത്തു. അത് കണ്ടപ്പോ ആദ്യം അച്ചുവിന്റെ മനസ്സിൽ വന്നത് ഡെവിയുടെ മുഖമാണ്. താൻ ഇവിടെ നിന്നും ഓടിപ്പോയതും ഡെവി ഈ ബൈക്കിൽ തന്നെ തേടി വന്നതും ഒക്കെ അവളുടെ ഉള്ളിലൂടെ ഒന്ന് മിന്നി മറഞ്ഞു. ഡെറി അവൾക്ക് മുമ്പിൽ ബൈക്ക് കൊണ്ട് നിർത്തിയതും അച്ചു കുറച്ച് ബുദ്ധിമുട്ടി കയറിയിരുന്നു. പിടിച്ചിരുന്നോ കൊച്ചെ, നിനക്ക് പരിചയമില്ലാത്തതല്ലേ? അവൾ ഒട്ടും മടിക്കാതെ അവന്റെ വയറിൽ ചുറ്റിപ്പിടിച്ചു. അവൻ വണ്ടി മുന്നോട്ടെടുത്തു. അവൾക്ക് ആ യാത്ര ഒത്തിരി ഇഷ്ടപ്പെട്ടു. അവൻ അവളെയും കൊണ്ട് ആദ്യം പോയത് ഒരു ക്ഷേത്രത്തിന് മുൻപിലായിരുന്നു. അച്ചു അകത്തേക്ക് പോകാതെ മടിക്കുന്നത് കണ്ട് അവൻ അവളെ ഒന്ന് സംശയത്തോടെ നോക്കി. എന്താ കൊച്ചെ, പോകുന്നില്ലേ? അത് ഞാൻ ബീഫ് കഴിച്ചു, അതുകൊണ്ട് കേറിക്കൂടാ. അവൾ അങ്ങനെ പറഞ്ഞതും അവനൊന്ന് ചിരിച്ചു. പിന്നെ അവർ പോയത് ഒരു ബീച്ചിലേക്കായിരുന്നു. ആദ്യമായി കടൽ കാണുന്നതിന്റെ എല്ലാ ആവേശവും അവളിൽ ഉണ്ടായിരുന്നു. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അവൾ മണലിൽ കളിച്ചു. ഡെറി എല്ലാത്തിനും അവൾക്ക് സപ്പോർട്ട് ചെയ്തു. അവൾക്ക് കടലെ ഉപ്പിലിട്ട ഐറ്റംസും എല്ലാം അവൻ വാങ്ങിക്കൊടുത്തു. കടലിൽ ഇറങ്ങാൻ ആദ്യം പേടിച്ചു നിന്നവളെ അവൻ തന്റെ കയ്യിൽ ഒതുക്കിക്കൊണ്ട് കടലിൽ ഇറക്കി. ആദ്യത്തെ പേടി മാറിയതും അവൾ വെള്ളത്തിൽ ഓടിക്കളിച്ചു. കുഞ്ഞു തിരകളെ അവൾ ഒത്തിരി ഇഷ്ടത്തോടെ നോക്കി. അത് കഴിഞ്ഞതും ഡെറി അവളെയും കൊണ്ട് പാർക്കിലേക്കാണ് പോയത്. ഇരുട്ടിയത് കാരണം പാർക്ക് അടച്ചിരുന്നു. നിരാശയോടെ തന്നെ നോക്കുന്നവളെ കണ്ട് അവൻ പാർക്കിലെ വാച്ച്മാൻ കുറച്ച് കാശ് കൊടുത്ത് അത് വീണ്ടും തുറപ്പിച്ചു. അയാൾ ലൈറ്റൊക്കെ ഇട്ട് കൊടുത്തതും അച്ചു അവിടെയൊക്കെ ഓടി നടന്നു. ഊഞ്ഞാല് കണ്ടതും അവൾ ഓടിച്ചെന്ന് അത് കയറിയിരുന്നു. ഡെറി അവളെ പതിയെ ആട്ടിവിട്ടതും അവൾ പൊട്ടിച്ചിരിച്ചു. പതിയെ അവൻ സ്പീഡ് കൂട്ടി. ആദ്യം ഒന്ന് പേടിച്ചെങ്കിലും പിന്നെ അവൾ അതൊക്കെ ഒത്തിരി ആസ്വദിച്ചു. വേറെ ഒന്നിനും കയറാൻ നിൽക്കാതെ അവർ തിരികെ ഇറങ്ങി. ഒന്ന് ഊഞ്ഞാലാട്ടാനാണോ ഇവൻ തനിക്ക് ഇത്രയും പൈസ തന്നതെന്ന പോലെ ആ വാച്ച്മാൻ അവനെ ഒന്ന് നോക്കി. പിന്നെ അവൻ അവളെയും കൊണ്ട് പോയത് ഒരു തട്ടുകടയിലേക്കായിരുന്നു. അവിടെ സീ ഫുഡാണ് മെയിൻ. അച്ഛൻ അവൻ കപ്പയും താറാവ് റോസ്റ്റും നെയ്മീൻ തലക്കറിയും നല്ല കാച്ചിയ മോരും വാങ്ങിക്കൊടുത്തു. അവൾ ആദ്യമായായിരുന്നു അങ്ങനെ ഒരു കോംബോ കഴിക്കുന്നത്. അതവൾക്ക് ഒത്തിരി ഇഷ്ടാവുകയും ചെയ്തു. അച്ചു ഡെറിയോട് വല്ലാതെ അടുത്തു. അവൾക്ക് സ്വന്തം എന്ന് പറയാൻ ഒരാളെ കിട്ടിയതിന്റെ സന്തോഷം ആവോളം ഉണ്ടായിരുന്നു. ഡെറിയോട് കുറുമ്പ് കാട്ടാനും തർക്കുത്തരം പറയാനും എല്ലാം അവൾ പതിയെ തുടങ്ങിയിരുന്നു. അവനും അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അവളെ നോക്കി ചിരിച്ചു. ഇച്ചായി. ആദ്യമായാണ് അച്ചു അവനെ എന്തെങ്കിലും ഒന്ന് വിളിച്ചത്. അതിന്റെ സന്തോഷം അവനിലും ഉണ്ടായിരുന്നു. അച്ഛന്റെ വയറൊക്കെ നിറഞ്ഞു. അവൾ അവനെ നോക്കി ചുണ്ടു ചുളുക്കി. എന്താടി പെണ്ണെ? അവൻ ചിരിയോടെ ചോദിച്ചു. എനിക്ക് ശ്വാസം മുട്ടുന്നു. ഉണ്ണിവയറിൽ ഒഴിഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞു. സാരമില്ല, ഒരു നാരങ്ങ സോഡ കുടിക്കാം, അപ്പൊ ഒക്കെ ശരിയാവും. അവൻ അവളോട് പറഞ്ഞതും അവൾ ശരിയെന്ന പോലെ തലയാട്ടി. ഇരുവരും തിരികെ വരാൻ വേണ്ടി ബൈക്കിൽ കയറിയതും അച്ചു അവനെ കൊണ്ട് കുറച്ച് ബ്രെഡും ജാമും ബന്നും ബിസ്ക്കറ്റും ഒക്കെ വാങ്ങിപ്പിച്ചു. നേരെ നന്നായി തന്നെ ഇരുട്ടിയിരുന്നു. കുറച്ചു ദൂരം മുന്നോട്ട് വന്നതും പെട്ടെന്നാണ് ഒരു പോലീസ് ജീപ്പ് അവരുടെ എതിരെ പാഞ്ഞു വന്നത്. ഡെറി പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചതും അച്ചു ഒന്ന് ഞെട്ടിപ്പോയി. അവൻ മുൻപിലെ ജീപ്പിലേക്ക് ഒന്ന് തുറച്ചു നോക്കി. പോലീസ് വണ്ടി ആയതുകൊണ്ട് തന്നെ ഡെറി പ്രത്യേകിച്ച് ഒന്നും പറയാൻ നിന്നില്ല. അതിനുള്ളിൽ ഇരുന്നവന് ഡെറിയെ നന്നായി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഡെറി ബൈക്ക് വീണ്ടും മുന്നോട്ടെടുത്തു. പെട്ടെന്ന് ജീപ്പിലെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നവന്റെ മിഴികൾ അച്ചുവിലേക്ക് പാറി വീണു. മുഖം വ്യക്തമാകാത്തത് കൊണ്ട് വിമൽ അത് അത്ര ശ്രദ്ധിച്ചില്ല. ഡെറിയുടെ ബൈക്ക് ട്രാഫിക്കിൽ പെട്ടതും അവന്റെ തൊട്ടടുത്തായി ഡെവിയുടെ കാറും വന്ന് നിന്നു. ഡെവി വെറുതെ പുറത്തേക്കൊന്ന് നോക്കിയപ്പോഴാണ് ഡെറിയെയും അവന് പിന്നിൽ സന്തോഷത്തോടെ ഇരിക്കുന്ന അച്ചുവിനെ അവൻ കണ്ടത്. ഇരുവരെ ആ അസമയത്ത് അവിടെ കണ്ടതും അവന്റെ നെറ്റിയൊന്ന് ചുളിഞ്ഞുപോയി. അച്ചു ചിരിയോടെ അവനോട് എന്തൊക്കെയോ പറയുന്നുണ്ട്. അവനും അവൾ പറയുന്നതൊക്കെ ശ്രദ്ധയോടെ കേൾക്കുവാണ്. ഡെവിക്ക് അത് കണ്ട് കുശുമ്പ് തോന്നി. അവളുടെ ചിരി അതാണ് അവനെ കൂടുതൽ ആകർഷിച്ചത്. സിഗ്നൽ കിട്ടിയത് ഇരുവരുടെയും വണ്ടി പാലമറ്റം മാൻഷനിലേക്ക് കുതിച്ചു. ഡെറിയുടെ ബൈക്കാണ് ആദ്യം മാൻഷനിൽ വന്ന് നിന്നത്.
ബൈക്ക് ഒതുക്കിക്കൊണ്ട് അവൻ അച്ചുവിനെയും കൂട്ടി അകത്തേക്ക് കയറി. കൊച്ചിതൊക്കെ മുറിയെ കൊണ്ട് വെച്ചിട്ട് ഡ്രസ്സൊക്കെ മാറ്റും, ഈ ചായ കുറച്ചു നേരം പോയൊന്ന് കിടക്കട്ടെ. ഡെറി അച്ചുവിനോട് ക്ഷീണത്തോടെ പറഞ്ഞുകൊണ്ട് മുറിയിലേക്ക് പോയി. അച്ചു മുറിയിൽ ചെന്ന് ഡ്രസ്സ് മാറ്റി വാങ്ങി കിറ്റെടുത്ത് ഷെൽഫിൽ സൂക്ഷിച്ചു വെച്ചു. അപ്പോഴേക്കും ഡെവിയുടെ കാർ മാൻഷന് മുമ്പിൽ വന്നിരുന്നു. അവൻ ഗൗരവത്തോടെയാണ് ഉള്ളിലേക്ക് കയറി വന്നത്. കിച്ചണിലെ അല്ലാത്ത കാര്യങ്ങളിൽ മീന ശ്രദ്ധിക്കാറോ ഇടപെടാറോ ഇല്ലായിരുന്നു. ഡെവി നേരെ മുറിയിലേക്കാണ് ചെന്നത്. അവൻ സമയം നോക്കി മണി 10 അച്ചു പതിയെ ബെഡിൽ ഒതുങ്ങിക്കിടന്നു. അവൾക്ക് നല്ല ക്ഷീണമുണ്ടായിരുന്നു. ഡെവി മുറിയിലേക്ക് വന്നപ്പോൾ കാണുന്ന ഉറക്കം പിടിച്ചു കിടക്കുന്ന അച്ചുവിനെയാണ്. അവൻ അവൾക്ക് അടുത്തേക്ക് ചെന്ന് ആ നെറ്റിയിലൊന്ന് തലോടി. അച്ചു ഞെട്ടി ഉണർന്നു. ഡെവി അവളെ ഗൗരവത്തോടെ തന്നെ നോക്കി. അവനെ കണ്ടതും അവൾക്ക് ആകെ പേടിയായി. അവൾ അവനെ ഭയത്തോടെ നോക്കി. നീ വല്ലതും കഴിച്ചോ? കനമേറിയ അവന്റെ സ്വരമാണ് അവളെ ഏറെ ഭയപ്പെടുത്തുന്നത്. അവൾ വേഗം മൂളിക്കൊണ്ട് തലയാട്ടി. ഉറക്കം വരുന്നു? രാത്രി സമയം ഇനി അധികം പുറത്തു ചുറ്റലൊന്നും വേണ്ട. ഇന്ന് പോയതിരിക്കട്ടെ, ഇനി എന്നോട് പറയാതെ എങ്ങും പോയേക്കല്ലേ. അവനിൽ നിറഞ്ഞു നിന്ന കുശുമ്പ് ആ പെണ്ണിന് മനസ്സിലായില്ല. തങ്ങൾ പുറത്തു പോയത് അവൻ എങ്ങനെ അറിഞ്ഞു എന്നോർത്ത് അവൾക്ക് വീണ്ടും പേടിയായി. നിനക്കെന്താ ഇത്ര ക്ഷീണം? മുഖമൊക്കെ നോക്കി ആകെ വാടി, നന്നായിട്ട് ഉറങ്ങിക്കോ. കരുതലോടെ അവൻ പറഞ്ഞതും അച്ചു അവനെ പേടിയോടെ ഒന്ന് നോക്കിയിട്ട് വേഗം ചുരുണ്ടു കിടന്നു. അവള് തന്നെ പേടിയോടെ നോക്കുന്നത് കണ്ടത് ഡെവിക്ക് ചെറിയ ദേഷ്യം തോന്നി. അവനൊന്നും പറയാതെ ഫ്രഷ് ആകാൻ പോയി. ഫ്രഷായി ഇറങ്ങിയ ഡെവി സുഖമായി ഉറങ്ങുന്നവളെ ഒന്ന് നോക്കി. പിന്നെ അവനും താഴെ പോയി ഫുഡ് കഴിച്ചിട്ട് അവൾക്ക് അടുത്തേക്ക് വന്ന് കിടന്നു. അവളുടെ മുഖമാകെ അവന്റെ മിഴികൾ ഓടി നടന്നു. പതിയെ അവളുടെ നെറ്റിയിൽ വീണ് കിടന്ന കുഞ്ഞു മുടികളെ അവൻ അവന്റെ വിരൽ കൊണ്ട് ചെവിമടക്കിലേക്ക് ഒതുക്കി വെച്ചു കൊടുത്തു. അവളുടെ കുഞ്ഞു ചുണ്ടിൽ അവൻ ഒത്തിരി കൊതിയോടെ നോക്കി. പതിയെ അതിനെ ഒന്ന് തലോടി വിട്ടു. അവൾ ശരിക്കും ചെറിയ കുഞ്ഞാണെന്ന് തോന്നി അവന്. അവളെ തന്നെ നോക്കി കിടന്നുകൊണ്ട് എപ്പോഴും അവനും ഉറങ്ങി. അച്ചു ഉറക്കത്തിൽ ചൂടുപറ്റി ഡെവിയുടെ നെഞ്ചി കയറി കിടന്നു. അവനും അവളെ ചേർത്ത് പിടിച്ചു. ഇതേ സമയം ഡെറിയുടെ മനസ്സിൽ തീക്ഷ്ണമായ ആ മിഴികൾ നിറഞ്ഞു. പോലീസ് ജീപ്പിന്റെ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് തന്നെ കൂർപ്പിച്ചു നോക്കുന്നവൻ. ആ കണ്ണുകൾക്ക് വല്ലാത്ത ആകർഷണത ഉണ്ടായിരുന്നുവെന്ന് അവന് തോന്നി.